പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നു. ഈശോ ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ ആ വീട്ടിൽ തന്നെ ക്ഷണിച്ച ആളുകൾക്കും ആ വിരുന്നിൽ പങ്കെടുക്കാൻ വന്നവർക്കും ഈശോ കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ രണ്ട് പ്രായോഗിക ജീവിതത്തിൽ കൂടി ഉപകാരപ്പെടുന്ന നല്ല ഉപദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവരോട് ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഈശോ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാവിയെ അപകടത്തിലാക്കാൻ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ വീണുപോകാൻ സാധ്യതയുള്ള ധനവും അതിൻ്റെ ഉപയോഗത്തെയും കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ഈശോ വിവിധ പ്രബോധനങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ചു. ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ ഈശോ മറ്റൊരു അപകടത്തെക്കുറിച്ച് സൂചന തരികയാണ്. സ്ഥാനമാനങ്ങളെക്കുറിച്ച്, പദവികളെക്കുറിച്ച് അമിതമായ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അകറ്റുമെന്നും സഹോദരങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുമെന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കണ്ടപ്പോൾ ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശമാണിത്. ഇന്ന് സ്ഥാനമാനങ്ങൾ വരുത്തുന്ന വിനാശം, ആളുകളുടെ മുമ്പിൽ വലിയവനാകുന്നത് വലിയ പദവികളും സ്ഥാനമാനങ്ങളും കിട്ടുമ്പോഴാണെന്ന് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ചിന്തിച്ചു വച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നാം സ്ഥാനത്ത് കയറിയിരിക്കാൻ മാനുഷികമായ ആഗ്രഹം നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആദ്യമായി വലിയവരാകേണ്ടത്, ഒന്നാമതാകേണ്ടത്. അതിന് മറ്റുള്ളവരെ താഴെയാക്കി ഒന്നാം സ്ഥാനത്ത് ഇവിടെ കയറിയിരിക്കുന്നതിലല്ല, മറിച്ച് ഏറ്റവും എളിയ സ്ഥാനത്ത് എളിമയോടെ വിനയത്തോടെ പോയിരിക്കുന്നതിലും മാറി നിൽക്കുന്നതിലുമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ എളിയ സ്ഥാനത്തേക്ക് സ്വയം മാറുന്നവരെയാണ് ദൈവം വിളിച്ച് ഉയർത്തുന്നത്. വിശുദ്ധരുടെ എല്ലാം ജീവിതകഥ അങ്ങനെയാണല്ലോ. ആരാരും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ കിടന്നവരെയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പ്രത്യേക നന്മകളും സിദ്ധികളും ഒന്നും ഇല്ലെന്ന് കരുതി ലോകം അവഗണിച്ചിട്ടിരുന്നവരെയാണ് വലിയ വിശുദ്ധരാക്കി ദൈവം സഭയിൽ ഉയർത്തിയിട്ടുള്ളത്. ഏറ്റവും അവസാന സ്ഥാനത്ത് സ്വയം പോയിരിക്കുമ്പോൾ വിളിച്ചയാൾ വന്ന് പറയും, സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക, അങ്ങനെ നിനക്ക് എല്ലാവരുടെയും മുമ്പിൽ വലിയ ബഹുമാനം ഉണ്ടാകും. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പരിശുദ്ധ അമ്മ തന്നെയാണ്. ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പദവി കിട്ടിയപ്പോഴും അവൾ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ്. ഒരു ദാസിയായി സ്വയം മറഞ്ഞിരിക്കാനും എളിമപ്പെടാനും വിനയം കാണിക്കാനും തീരുമാനിച്ച മറിയത്തെ ഏറ്റവും വലിയ മനുഷ്യ വ്യക്തിത്വമായി ദൈവം ഉയർത്തി ദൈവത്തിന്റെ അമ്മയാക്കി മാറ്റി എന്ന് തിരുവചനം അല്ലെങ്കിൽ സഭ നമ്മളോട് പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ പോലെ, വിശുദ്ധരെ പോലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ, പദവികളുടെ പിന്നാലെ ഓടി നടക്കാതെ, ദൈവം തരുന്ന പദവിയെ വലുതായി കാണാനും അതിനുവേണ്ടി സ്വയം എളിമയോടെ പുറകിലേക്ക് മാറി നിൽക്കാനുമുള്ള നല്ല മനസ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി കാഴ്ചവെക്കുന്നു. പദവികളുടെ പിന്നാലെ, മറ്റുള്ളവരുടെ അംഗീകാരങ്ങളുടെ പിന്നാലെ ഓടാനുള്ള ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും, പരിശുദ്ധ അമ്മയെ പോലെ എളിമയിൽ വളർന്ന വിശുദ്ധരെ പോലെ ഞങ്ങളും എളിമയും വിനയവുമുള്ളവരായിരിക്കാനും, ദൈവത്താൽ നൽകപ്പെടുന്ന പദവികൾ മാത്രം ആഗ്രഹിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.